അതാ ഭാര്യ ചോദിക്കുന്നു ഭർത്താവിനോട്, പട്ടിണിയാണ്, പ്രയാസമാണ്, എന്തെങ്കിലും നിങ്ങൾക്കൊന്ന് മാറ്റി വെച്ചുകൂടായിരുന്നോ? കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് കരുതി വെച്ചുകൂടായിരുന്നോ? ഇത് മുഴുവനും കൊടുക്കേണ്ടതില്ല എന്നവിടെന്ന് പ്രിയപ്പെട്ട ഭാര്യ ചോദിക്കുമ്പോ മറുപടി എന്തെന്നറിയുമോ? സ്വർഗത്തിലെ പെണ്ണുങ്ങളിൽ ഒരാൾ ഭൂമിയിലേക്ക് വന്നാൽ, സ്വർഗത്തിലുള്ള ഒരു പെണ്ണ്, അല്ലാഹുവിന്റെ സ്വർഗത്തിലുള്ള ഒരു പെണ്ണ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നാൽ ഈ ഭൂമി മുഴുവനും സുഗന്ധമാ, ഈ ഭൂമി മുഴുവനും സുഗന്ധമാണ്. സുഗന്ധം കൊണ്ട് നിറയുമല്ലോ, സുഗന്ധം കൊണ്ട് നിറയുമല്ലോ എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതാ ഭർത്താവ് ഭാര്യയോട് പറയുകയാണ്, സ്വർഗത്തിലെ ഒരു പെണ്ണങ്ങാണം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നാൽ ആ പെണ്ണിന്റെ ശരീരത്ത് നിന്നടിക്കുന്ന സുഗന്ധം കാരണം ഈ ലോകം മുഴുവനും അവിടെ നിന്ന് സുഗന്ധമടിക്കുമായിരുന്നു എന്ന് എന്റെ മുത്തുനബി പറഞ്ഞിട്ടുണ്ടെന്ന് ഓർമ്മിപ്പിക്കുമ്പോ ആ പെണ്ണാണ് പറയുന്നത്, അല്ലാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരൊറ്റ വാക്ക് മതി, ഒരൊറ്റ വാക്കുകൊണ്ട് ആ പെണ്ണ് പടച്ചവനെ റബ്ബിലേക്ക് മടങ്ങുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അന്നത്തെ പെണ്ണുങ്ങൾ അങ്ങനായിരുന്നു. ഇന്ന് 100 രൂപ പള്ളിക്ക് കൊടുക്കാൻ തീരുമാനിച്ചാൽ ആ 100 പോയിട്ട് 5 രൂപ പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മനുഷ്യന്റെ മനസ്സിൽ നിന്ന് പെണ്ണുങ്ങളെ മാറ്റുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഹറാമു വേണ്ട, ഹറാമിന്റെ പണം വേണ്ട, ഹറാമിന്റെ സമ്പാദ്യം വേണ്ട, നിനക്കത് തിന്നാനുള്ള യോഗമില്ല, സുഖിക്കാനുള്ള ഭാഗ്യമില്ല. അല്ലാഹുവിന്റെ റസൂലാണ് പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്, ഹറാമായ വഴിയിലൂടെയുള്ള സമ്പാദ്യം ഏത് വീടിന്റെ അകത്തുണ്ടോ? കോടികൾ സമ്പാദിക്കുന്നത് എന്തിനാടാ? ആസ്വദിക്കാനല്ലേ, സുഖിക്കാനല്ലേ, അടിച്ചു പൊടിക്കാനല്ലേ? എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇല്ല, നീ ഉണ്ടാകില്ലടാ. എടാ, ഈ പണം കൊണ്ട് സുഖിക്കാൻ നിന്നെ അല്ലാഹു ഇവിടെ ബാക്കിയാക്കൂല. നിന്റെ ആയുസ് അല്ലാഹു വെട്ടിച്ചുരുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നമുക്ക് ലോട്ടറി വേണ്ട, ലോട്ടറി അടിച്ചിട്ട് കിട്ടുന്ന കോടികൾ വേണ്ട, ലോട്ടറിക്ക് വേണ്ടി 1 രൂപ പോലും ചെലവാക്കല്ലേ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതല്ലേ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതല്ലേ, അല്ലാഹു നൽകിയത് മതി. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, 12 കോടി കണ്ടിട്ട് കണ്ണതെള്ളുന്ന മുസ്ലിമേ, 400 രൂപ കൊടുത്തിട്ട് 12 കോടി കിട്ടുമെന്നുള്ള സ്വപ്നം കാണുന്നവര് എന്തിനാടാ എല്ലാ അതുകൂടെ വാങ്ങിച്ചിട്ട് ഉള്ളത് കളയുന്നത് എന്തിനാ? റസൂലുള്ള പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹു തരുന്നത് കൊണ്ട് തൃപ്തിപ്പെടുവാൻ ഒരു മുസ്ലിമിന് കഴിയണം. അത് പട്ടിണിയാണെങ്കിൽ, പ്രയാസമാണെങ്കിൽ, കടമാണെങ്കിൽ, ദാരിദ്ര്യമാണെങ്കിൽ, വേദനയാണെങ്കിൽ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെന്ന് പറയുകയാ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയായ ഉമ്മു സുലൈം ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, അല്ലാഹുവിൽ സത്യം, അല്ലാഹുവിൽ സത്യം, 7 ദിവസമായിട്ട് മുഹമ്മദ് നബിയുടെ കുടുംബത്തിലൊന്നുമില്ല. 3 ദിവസമായി അവരുടെ തീയിൽ അടുപ്പ് കത്തിച്ചിട്ട് മഹാനാ മഹദിയായ ഉമ്മു സുലൈം ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, 7 ദിവസമായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിനകത്ത് ഒന്നുമില്ല, തീ കത്തിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞു.
ഒന്ന് തീ പുകഞ്ഞിട്ട് ദിവസങ്ങളോളം കഴിഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവിടെ പഠിക്കേണ്ടത് കൊണ്ടാ. ഈ റസൂലുള്ളാഹി തങ്ങൾക്കൊരൊറ്റ വാക്കു മതി സ്വർണത്തിൻ്റെ മല കിട്ടാൻ. ഉഹദ് മല സ്വർണമാക്കി കിട്ടാൻ ഒരൊറ്റ വാക്കു മതിയായിരുന്നു. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പഠിക്ക്, അതാ നല്ലത്. 400 കൊടുത്ത് 12 കോടി, അതുകൊണ്ട് 400 എന്തിനാ 10 രൂപ കൊടുത്തിട്ട് നരകം വാങ്ങുന്നത് എന്തിനാ? അള്ളാഹു നിനക്ക് തന്നതുകൂടെ നഷ്ടപ്പെടുത്തി കളയുന്നത് എന്തിനാ? ചില കാര്യങ്ങൾ ചെയ്താൽ ഉള്ളതുകൂടെ പോവാ. അള്ളാഹു കാക്കുമാറാകട്ടെ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് അഫ്ലഹ മൻ അസ്ലമ വരുസിഖ ഖഫാ വകനഅഹു അല്ലാഹ്. അവിടെ നിന്ന് പറയുന്ന അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഇസ്ലാം സ്വീകരിക്കുകയും ആവശ്യ നിർവഹണത്തിനും മതിയായതും മിച്ചം വരാത്തതുമായ ഉപജീവനം എന്ന് പറഞ്ഞാൽ അള്ളാഹു തന്നതുകൊണ്ട് അങ്ങ് തൃപ്തിപ്പെടുക, അതൊരു സത്യവിശ്വാസിക്ക് ഉണ്ടാകേണ്ട ഗുണമാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നബി പ്രകാരം അള്ളാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ നഫ്സിൻ ലാ തശ്ഫഅ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ നഫ്സിൻ ലാ തശ്ബഅ. അല്ലാഹുവേ, ആർത്തിയുള്ള മനസ്സിൽ നിന്ന് നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. പഠിച്ചു വെച്ചോ, കഴിഞ്ഞ ക്ലാസിന്റെ അവസാനം 4 കാര്യങ്ങൾ ചോദിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ കാവല് ചോദിക്കുമായിരുന്നു. ഇന്ന് പഠിച്ചു വെച്ചോ, അല്ലാഹുവിന്റെ റസൂൽ എവിടുന്ന് ദുആ ചെയ്യുമ്പോ അല്ലാഹുവിനോട് പറയുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ നഫ്സിൻ ലാ തസ്ബഅ. പടച്ചവനേ, ആർത്തിയുള്ള മനസ്സിനെ തൊട്ട് ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്ന് റബ്ബിനോട് രക്ഷ ചോദിക്കുകയാണ്. അതുകൊണ്ട് ഹലാലായ മാർഗത്തിലല്ലാതെ ധനം സമ്പാദിക്കാൻ ഒരിക്കലും പരിശ്രമിക്കരുത്, ഒരിക്കലും നീ പരിശ്രമിക്കരുത്. നിനക്ക് ഹറാം വേണ്ട, നിനക്ക് ഹറാമായ സമ്പാദ്യം വേണ്ട. വഅഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബാ. അല്ലാഹ് പറഞ്ഞതാ, ഇത് ഞാൻ പറഞ്ഞതല്ല. അല്ലാഹ് ഖുർആനിലൂടെ പറയുകയാണ്, വഅഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബാ. കച്ചവടം അനുവദനീയമാക്ക്. അല്ലാഹു നിനക്ക് ഒരുപാട് അനുവദനീയമായ കച്ചവടങ്ങൾ പാടിച്ചു തന്നിട്ടുണ്ടല്ലോ, അതിലൂടെ സമ്പാദിക്ക്, അതിലൂടെ സമ്പാദിക്ക്. പലിശ നിശബ്ദമാക്കുകയും ചെയ്തിരിക്കുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.